ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരെ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണുകളുടെ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചു. ഇതിനിടെ ശബരിമല സന്നിധാനത്തെ കൊടിമര പുനഃപ്രതിഷ്ഠ ദേവപ്രശ്ന വിധിപ്രകാരമെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകൾ SIT ശേഖരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നതതല ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചാണ് SITയുടെ അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 ഫോണുകളുടെ CDR ആണ് SIT പരിശോധിച്ചത്. രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉന്നതരും വരെ പോറ്റിയുടെ അടുപ്പക്കാരെന്നാണ് കണ്ടെത്തൽ. ഫോൺ വിളികളിൽ നിന്നും സന്ദേശങ്ങളിൽ നിന്നും നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചു. ഫോൺ വിളി പട്ടികയിൽ വിവിധ മേഖലകളിലുള്ള വ്യക്തികളുണ്ട്. ഇവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം SIT വിലയിരുത്തി. ഇവരിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ളവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. ഫോൺ വിശദാംശങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ S ശശിധരൻ നേരിട്ടാണ്. ഫോൺ വിവരങ്ങൾ ചോരാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് SIT. പണമിടപാടിന്റെയും യാത്രകളുടെയും വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോണിൽ സൂക്ഷിച്ചിരുന്നു. ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റിസ്ഥാപിക്കാൻ ഇടയാക്കിയത് കൊടിമരത്തിൽ അനധികൃതമായി പെയിന്റ് അടിച്ചതും ജീർണതയുമാണ്. ഇത് ദോഷമെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതോടെയാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വഴി തുറന്നത്. ഇത് തെളിയിക്കുന്ന നിർണായക ദേവപ്രശ്ന ചാർത്താണ് SIT ശേഖരിച്ചത്. ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കൂറ്റനാട് രാവുണ്ണി പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ദേവപ്രശ്നം. ദേവപ്രശ്നം നടന്നത് 2014 ജൂൺ 18-നാണ്. UDF സർക്കാർ നിയോഗിച്ച MP ഗോവിന്ദൻ നായർ പ്രസിഡന്റായിട്ടുള്ള ബോർഡ് പുനഃപ്രതിഷ്ഠയ്ക്ക് നിർദ്ദേശിച്ചു. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് ഇത് നടപ്പിലാക്കിയെന്നുമാണ് കണ്ടെത്തൽ. കൊടിമര പുനഃപ്രതിഷ്ഠയിലെ സാമ്പത്തിക ഇടപാടുകൾ SIT പരിശോധിച്ചു വരികയാണ്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.